എന്തായാലും ശ്രീ സംഗീത് കൂടി ചേരുകയാണ്. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹിയാണ് സംഗീത്. അങ്ങനെ പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്കത് നെഗറ്റീവ് രീതിയിൽ കാണേണ്ട. ശ്രീ സംഗീത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ വലിയ ജോലി ഇല്ല എന്ന് തോന്നുന്നില്ല. തിയേറ്ററുകളിൽ ഒരു ആഘോഷങ്ങൾ ഉള്ള ഒരുക്കങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം പ്രൊമോഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാം പ്രൊഫഷണൽ രീതിയിൽ തന്നെ നടന്നു കഴിഞ്ഞു അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പം തന്നെ നമ്മൾ ദൃശ്യമാണ് മലയാളത്തിൽ ആദ്യത്തെ ഒരു 50 കോടി നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഒരു സിനിമ. അതന്ന് മലയാളത്തിൻ്റെ മാക്സിമം ആയിരുന്നു 50 കോടി. അതായത് മലയാളത്തിൻ്റെ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു, ഒരു പ്രധാന മൈൽ സ്റ്റോൺ ആയിരുന്നു 50 കോടി. ഇന്ന് 50 കോടി ആ സിനിമ, ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള പ്രീ സെയിൽ കളക്ഷൻ തന്നെ 50 കോടി, പ്രീ ബുക്കിംഗ് തന്നെ നമുക്ക് 50 കോടിയിലധികം അത്രയും ഒരു റീച്ച് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് മലയാള സിനിമയുടെ എന്താണ് ആ ഒരു പൊട്ടൻഷ്യൽ വളർച്ച, നമുക്ക് എത്രത്തോളം മലയാള സിനിമയ്ക്ക് എത്ര ഒരു ഇതുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ പ്രീ സെയിൽ ബുക്കിംഗ്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കാലം മുമ്പാണെങ്കിൽ നമ്മൾ മലയാളികളായിരുന്നു എപ്പോഴും അന്യഭാഷ സിനിമയുടെ ടിക്കറ്റിന് വേണ്ടി എപ്പോഴും ഓടിക്കൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഇപ്പം എമ്പുരാനെ ഏറ്റവും കൂടുതൽ ഷോ ചാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലല്ല, ബാംഗ്ലൂരാണ് എമ്പുരാനെ. അതെ, എമ്പുരാൻ ഏറ്റവും കൂടുതൽ ഷോ ചാർട്ട് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഒരിടത്ത് ഇപ്പം പല സെന്ററുകളിൽ ഇപ്പം ടിക്കറ്റ് ആൾമോസ്റ്റ് അല്ലേ കിട്ടാനില്ല, പ്രയാസമാണ് എല്ലായിടത്തും. ഇതാണ് ഇവിടുത്തെ എങ്ങനെയാണ് ടിക്കറ്റ്? കേരളത്തിലെ ടിക്കറ്റ് മാരത്തോൺ ഷോ ആണ്. അതായത് തൃശ്ശൂർ രാഗം, അതേപോലെ തന്നെ ട്രിവാൻഡ്രം ഏരിയസ് പ്ലസ്, കോട്ടയം അഭിലാഷ്, എല്ലായിടത്തും 4 ദിവസത്തേക്ക് കൂടുതൽ മാരത്തോൺ ഷോ ആഡ് ചെയ്തേക്കാണ്. ഇവിടെ ഏരിയസ് ബസ്സിൽ, തിരുവനന്തപുരം ഏരിയസ് ബസ്സിൽ 4:25 ഇന്നലെ അർദ്ധരാത്രി അഡീഷണൽ ഷോ, അതായത് 28-ാം തീയതി രാവിലെ 4:25 അഡീഷണൽ ഷോ ആഡ് ചെയ്ത്. അപ്പോൾ അത് 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഷോ കളിക്കുക. പിന്നെ ഫാൻ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ മഞ്ജുഷേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് ജോലിയില്ല എന്നല്ല, നമുക്ക് പല പടങ്ങളിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ജോലിയും ഏറ്റവും കൂടുതൽ അധ്വാനവും വേണ്ടി വന്നൊരു സിനിമയായിരുന്നു. കാരണം ടിക്കറ്റ് നമുക്ക് അത്ര രീതിയിലുള്ള ടിക്കറ്റ്, ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ് ഈ സിനിമയുടെ ടിക്കറ്റിന് വന്നത്. അപ്പോൾ ഒരു തിയേറ്റർ അല്ല, പല തിയേറ്ററുകൾ എടുക്കേണ്ടി വരും, അത് ചാർട്ട് ചെയ്യേണ്ടി വരും. എല്ലാ തിയേറ്ററിലും ഇപ്പം തിരുവനന്തപുരം ആർടെക് മാളിൽ ഇപ്പം വലിയൊരു DJ ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫാൻസിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു വലിയൊരു DJ ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ട്രിവാൻഡ്രത്ത് മാത്രമല്ല, ട്രിവാൻഡ്രത്തിൻ്റെ പല സെൻറ്ററിൽ, അതേപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ ഫാൻസ്, നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിലെ എല്ലാ സെൻറ്ററുകളിലും ഇപ്പം ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഘോഷ പരിപാടികൾ അതിവിപുലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും ഈ ആഘോഷ പരിപാടികൾ ഇന്ന് തുടങ്ങിയതല്ല. ഈ സിനിമയുടെ ടീസർ ലോഞ്ചിന് തന്നെ നമ്മൾ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ടീസർ റിലീസ് വരുമ്പോഴത്തേക്കും എപ്പോഴും രോഹിണി സിനിമാസിൽ ടീസർ ഷോ വയ്ക്കുന്നതാണ് കാണുന്നത്. പക്ഷേ എമ്പുരാൻ്റെ ടീസർ ലോഞ്ച് നമ്മൾ തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ പല സെൻറ്ററുകളിലും ടീസറിന് വേണ്ടി മാത്രം ഫാൻ ഷോ വെച്ച്. അപ്പോൾ അത്രയും ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അത് ലാലേട്ടൻ ഫാക്ടറാണ്. അപ്പോൾ ഈ ലാലേട്ടൻ ഇപ്പം ബറോസിന്റെ സമയത്ത് നിങ്ങളൊരു ഹൈപ്പിന്റെ അതിന്റെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്, പക്ഷേ അത് നിങ്ങൾ നിരാശപ്പെടുത്തുകയും ചെയ്തു അല്ലേ? ബറോസിന്റെ സമയത്ത് ഇപ്പം മഞ്ജുഷേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പകുതിക്ക് വെച്ചാണ് വന്നത്. പക്ഷേ ഇടയ്ക്ക് ഞാൻ കേട്ട്, അതായത് ലൂസിഫറിന് ശേഷം ദൃശ്യം 2 മാത്രമേ ഹിറ്റായി OTT. പക്ഷേ അത് മാത്രമല്ല, അതിന് ഇപ്പം ആ ഒരു സമയത്ത്, ഇപ്പം പാൻഡമിക്, ഒരു കോവിഡ് സമയത്ത് പല പ്രതിസന്ധികളിലൂടെ ആ സമയത്ത് വന്ന സിനിമ, ഇപ്പോൾ എലോൺ ആയിരുന്നാലും അങ്ങനെ പല പടങ്ങളും പരാജയപ്പെട്ടു, ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. വാലിബനും അങ്ങനെ പല രീതിയിലുള്ള പരിമിതികൾക്കുള്ളിലാണ് അന്ന് ആ സിനിമകൾ വന്നത്. അതിനുശേഷമായിരുന്നു നേരെ തിയേറ്ററിൽ വൻ വിജയമായിരുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ പടം ഇപ്പം ഒരു നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു മോശം അല്ലെങ്കിൽ ഒരു ആവറേജ് അഭിപ്രായം അല്ലെങ്കിൽ അതിന് താഴെ അഭിപ്രായം വന്നാലും ആ സിനിമ പ്രൊഡ്യൂസറിന് വാണിജ്യപരമായിട്ട് ലാഭം ഉണ്ടാക്കാറുണ്ട്. അതെല്ലാ സിനിമകളും, അതിപ്പം ഏത് സിനിമ ഇറങ്ങിയായിരുന്നാലും ലാലേട്ടൻ്റെ പടം പ്രൊഡ്യൂസറിന്, അതായത് ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഇത് ലാലേട്ടൻ പടങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പം എമ്പുരാൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇനി ഇപ്പം എമ്പുരാനും അതേപോലെ ഇപ്പോൾ ഒടിയൻ ഇറങ്ങിയ ദിവസം നമുക്ക് ഓർമ്മയുണ്ട്. ഹർത്താൽ ദിനത്തിൽ പോലും ആളുകൾ ഒടിയൻ്റെ ടിക്കറ്റിന് വേണ്ടി ഡിമാൻഡ് ചെയ്ത് അത്രമാത്രം ആ ഒരു ഹൈപ്പിൽ വന്ന് ഒടിയൻ അങ്ങനെ ആ ഒരു സ്വാഗ്, ആ ഒരു ഓറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പൊട്ടൻഷ്യൽ ഉള്ള നടൻ ലാലേട്ടനാണ്. അപ്പോൾ ലാലേട്ടനെ സത്യം പറഞ്ഞാൽ ലാലേട്ടനെ വെച്ച് നമുക്ക് ഇനി ഇൻഡസ്ട്രി വളർത്താം. ഇതുപോലുള്ള നല്ല അതായത് മലയാള സിനിമയ്ക്ക് എത്ര വാണിജ്യപരമായിട്ട് വരാൻ പറ്റുമോ, അതിൻ്റെ സാധ്യതകൾ എത്രയാണെന്നുള്ള കാണിച്ചിരുന്ന ഒരു സിനിമയും കൂടെയാണ് എമ്പുരാൻ. അപ്പോൾ അത് എല്ലാവരും ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ആരാണെന്നല്ല, ഇപ്പം അവരുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കേട്ടാണ് ഈ അടുത്തിടയ്ക്ക്. ഇപ്പം മലയാള സിനിമ തകർച്ചയിലാണ്, വാണിജ്യപരമായിട്ടുള്ള തകർച്ചയാണ്. തിയേറ്ററുകൾ ഇപ്പം തന്നെ തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ ഇന്നലെ പറഞ്ഞു, അവരുടെ മീറ്റപ്പിൽ അവർ ഇന്നലെ പറഞ്ഞു, അത് ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അവർ പറഞ്ഞു അവരുടെ എല്ലാ ബാധ്യതയും പരിഹരിക്കാൻ കഴിയുമെന്ന്. അവർ ഈ 50 കോടിയുടെ പ്രീ ബുക്കിംഗ് ആണ് അവരുടെ ഒരു ആത്മവിശ്വാസത്തിന് കാരണം. ഇനി വരേണ്ടത് കണ്ടന്റിന്റെ കാര്യമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളെ